നമ്മളിപ്പം ഫോണിൻ്റെ മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വിക്ക് സെറ്റിംഗ്സ് പാനൽ കിട്ടും. അതായത് വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, വോളിയം, അത് ഇത് ഒക്കെ സകല ആവശ്യമുള്ള സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് ഓൺ ചെയ്യാം. എന്നാൽ ഇതിൽ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അടിപൊളിയല്ലേ. ഇപ്പോൾ വാട്സപ്പ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കാം, ഫേസ്ബുക്ക് ആഡ് ചെയ്ത് വെക്കാം, ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കോൾ ചെയ്യുന്ന കോണ്ടാക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് കോൾ പോകുന്ന രീതിയിൽ കോണ്ടാക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അതെങ്ങനെ ആഡ് ചെയ്യുക? അതിന് ടൈൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൽ കൂടെ എങ്ങനെ ആഡ് ചെയ്യുക? വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തെടുത്തേക്കുക. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആപ്സ് വേണോ, ഷോർട്ട് കട്ട് വേണോ, വെബ്സൈറ്റ് വേണോ, ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആപ്സ് സെലക്ട് ചെയ്യാണ്. ആപ്സ് സെലക്ട് ചെയ്താൽ നമ്മളെ ആപ്ലിക്കേഷൻ തീർത്ത് ഇതിൽ വരും. അതിലേതാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം വാട്സപ്പ് അവിടെ സെലക്ട് ചെയ്ത്, വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഐക്കണൊക്കെ നമുക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. ഇഷ്ടമുള്ള ഐക്കൺ കൊടുക്കുക. ഒരു ഐക്കണൊക്കെ ഞാൻ അവിടെ കൊടുത്ത് അതിനുശേഷം ടിക്ക് മാർക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായി. ഇനി അതെങ്ങനെയാണ് കാണുക? അതിനെന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് താഴേക്ക് താത്തുക. ഈ സംഭവം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു പെൻ ഐക്കൺ എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്നിക്ക താഴെ മേലെ എവിടെയെങ്കിലും. ആ പെൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് ആ വാട്സപ്പ് ഇവിടെ ഉണ്ടാവും. അതൊന്ന് മെല്ലെ പൊക്കിയെടുത്ത് മേലേക്കാണ് കൊണ്ടാക്കുക. അത്രയും ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആഡ് ചെയ്ത് ആ വാട്സപ്പ് അതിൻ്റെ ഐക്കൺ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വാട്സപ്പിലേക്ക് പോയി. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ആപ്സ് വേണമെങ്കിലും, വെബ്സൈറ്റ് വേണമെങ്കിലും, കോൺടാക്റ്റ് വേണമെങ്കിലും, ഷോർട്ട് കട്ട് വേണമെങ്കിലും എന്തും ആഡ് ചെയ്യാം. ഉപകാരമുള്ളത് മാത്രം ആഡ് ചെയ്യുക. ഉപകാരമില്ലാത്ത വെറുതെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.